സ്വന്തമായി ഒരു ചെറിയ ബിസിനസ് തുടങ്ങണം, ഒരു സംരംഭം ആരംഭിച്ച് വരുമാനം കണ്ടെത്തണം. പക്ഷേ പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്ന ആശങ്കയിലാണോ? വായ്പ എടുക്കാമെന്ന് കരുതിയാൽ പലിശ വലിയ ബാധ്യതയാകുമോ എന്ന ഭയവും ഉണ്ടാകാം. ഇത്തരം സാഹചര്യത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ആശ്വാസം നൽകുന്ന ഒരു പുതിയ സംരംഭ വായ്പാ പദ്ധതിയാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രിയദർശിനി എന്നാണ് പദ്ധതിയുടെ പേര്. പലിശരഹിത വായ്പയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കാനും വികസിപ്പിക്കാനും ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് ഈ പദ്ധതി സഹായകരമാകുമെന്നാണ് പ്രതീക്ഷ. എന്താണ് പ്രിയദർശിനി പദ്ധതി? ആർക്കൊക്കെയാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക? എപ്പോഴാണ് പദ്ധതി ആരംഭിക്കുക? എങ്ങനെയാണ് വായ്പ ലഭിക്കുക? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ സ്ത്രീകൾക്കും ബിസിനസ്സിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമായി പദ്ധതിയെക്കുറിച്ച് വിശദമായി പറയാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ബിസിനസ്സിലേക്ക് കടക്കാൻ സഹായിക്കുന്നതിനായാണ് സർക്കാർ പ്രിയദർശിനി എന്ന പേരിൽ പലിശരഹിത സൂക്ഷ്മ ചെറുകിട സംരംഭ വായ്പാ പദ്ധതി ആരംഭിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ വനിതാ ശാക്തീകരണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകുന്ന പദ്ധതി കൂടിയാണിത്. സ്വന്തമായി ഒരു ചെറിയ സംരംഭം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് സാമ്പത്തിക പിന്തുണ നൽകുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഭക്ഷ്യ സംസ്കരണം, ചെറിയ ഉൽപാദന യൂണിറ്റുകൾ, സേവന മേഖല, വീട്ടിൽ നിന്ന് നടത്താവുന്ന സംരംഭങ്ങൾ തുടങ്ങി വിവിധ തരത്തിലുള്ള സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്ക് പദ്ധതി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിന്റെ വിശദമായ മാനദണ്ഡങ്ങൾ ഔദ്യോഗികമായി സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പദ്ധതിയുടെ വായ്പാ പരിധി, അപേക്ഷാ നടപടിക്രമം, ആവശ്യമായ രേഖകൾ തുടങ്ങിയ കാര്യങ്ങളിൽ ഔദ്യോഗിക മാർഗനിർദ്ദേശങ്ങൾ പുറത്തു വരുന്നതോടെ മാത്രമേ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം അനുസരിച്ച് പലിശരഹിത സംരംഭ വായ്പ എന്നതാണ് പ്രിയദർശിനി പദ്ധതിയുടെ പ്രധാന ആകർഷണം. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷനാണ് സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിവിധ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല പരിപാടിയാണ് സമഗ്ര 2026. കൊച്ചി പള്ളുരുത്തിയിലെ SN ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയുടെ ഭാഗമായി പുതിയ ക്ഷേമ വായ്പാ പദ്ധതി പ്രഖ്യാപിക്കുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇതിലാണ് വനിതാ ശാക്തീകരണത്തിനായുള്ള പ്രിയദർശിനി പലിശരഹിത സൂക്ഷ്മ ചെറുകിട സംരംഭ വായ്പാ പദ്ധതിയും പ്രഖ്യാപിക്കുന്നത്. സ്വന്തമായി ഒരു സംരംഭം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് ആവശ്യമായ സാമ്പത്തിക പിന്തുണ ലഭിക്കുക എന്നത് പ്രധാനമാണ്. ഒരു സ്ത്രീക്ക് സ്വന്തമായി ഒരു ചെറിയ സംരംഭം ആരംഭിക്കാൻ കഴിഞ്ഞാൽ അത് അവരുടെ കുടുംബത്തിന് വരുമാന മാർഗമാകുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് തൊഴിൽ നൽകാനും സഹായിച്ചേക്കും. അതിനാൽ തന്നെ സ്ത്രീകളെ സംരംഭകരാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന ഇത്തരം പദ്ധതികൾക്ക് വലിയ പ്രാധാന്യവുമുണ്ട്. എന്നാൽ പദ്ധതിയുടെ വായ്പാ പരിധി, തിരിച്ചടവ് കാലാവധി, അപേക്ഷിക്കാനുള്ള പ്രായപരിധി, സംരംഭത്തിന്റെ വിഭാഗങ്ങൾ, ആവശ്യമായ രേഖകൾ തുടങ്ങിയ വിശദാംശങ്ങൾ ഔദ്യോഗിക മാർഗനിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കേണ്ടതുണ്ട്. പദ്ധതി ആരംഭിക്കുന്ന സമയത്ത് കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ, ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകൾ, ഔദ്യോഗിക വെബ്സൈറ്റുകൾ തുടങ്ങിയവയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ മാത്രം അടിസ്ഥാനമാക്കി അപേക്ഷിക്കുക. വായ്പാ തുക, പലിശ, തിരിച്ചടവ് കാലാവധി, അർഹത, ആവശ്യമായ രേഖകൾ തുടങ്ങിയ കാര്യങ്ങൾ ഔദ്യോഗികമായി ഉറപ്പാക്കിയ ശേഷം മാത്രം അപേക്ഷാ നടപടികളിലേക്ക് കടക്കുന്നതായിരിക്കും ഉചിതം. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.